ഹേ ഗായ്സ് ഏറെക്കുറെ തീരാനായ കല്യാണത്തിൻ്റെ അവസാനത്തെ പന്തിയിലാണ് നമ്മളിരിക്കുന്നത്. നമുക്കൊന്നും ഐസ്ക്രീം കിട്ടില്ല വിചാരിച്ചിട്ടാണ് നമ്മൾ പോയത്. പക്ഷേ വിചാരിച്ചതിലുപരി നമുക്കും ഐസ്ക്രീം കിട്ടി. എനിക്കൊന്നും ഐസ്ക്രീം വേണ്ട അത് ഇതെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ 2-3 തവണ മേടിക്കുന്നത് നമ്മളിവിടെ കണ്ടു. പിന്നെ നമ്മളായിട്ടൊന്നും തർക്കമുണ്ടാക്കാനൊന്നും പോയില്ല. ഈ 3 മണിക്ക് കല്യാണത്തിൽ വിട്ടൊരു ഐസ്ക്രീം കിട്ടിയ ചരിത്രം വേറെ ഇല്ല. എന്തായാലും ആ കാര്യത്തിൻ്റെ മനസ്സും വയറും നിറഞ്ഞു. ഇത് മാത്രമല്ല മാഷട്ടനി പറഞ്ഞിരിക്കണം. അങ്ങനെ ഐസ്ക്രീം ഒക്കെ കഴിക്കലേ നമ്മൾ നേരെ വീണ്ടും മണ്ടത്തിൽ തന്നെ വന്ന് കുത്തിരുന്നു. പിന്നെ ഈ കുത്തിരിക്കുന്ന കസാലൊക്കെ ഭയങ്കര ഇഷ്ടമായി. കാരണം ചാരി ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഈ കസാല എല്ലാ മണ്ടത്തിലും കൊണ്ടുവരാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. ഇതിലാകുമ്പോൾ പിന്നെ നമുക്ക് നന്നായി ചാരി ഇരുന്ന് പരിപാടിയാണ്. ആണെങ്കിൽ നമുക്കൊന്ന് ഉറങ്ങും ചെയ്യാം. സ്വന്തം കൂട്ടുകാരുടെ കല്യാണത്തിൽ ഒരാഴ്ച മുമ്പേ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തെത്തി നമ്മൾ ശിവതെ ആരും കാണാതെ പോയിരുന്നു. ഒരാഴ്ച കൃത്യമായി ഇവിടെ നിന്ന് കാര്യങ്ങളെല്ലാം മേൽനോട്ടം വഹിച്ച ശിവതക്ക് ഇനി വീട്ടിൽ പോകേണ്ട വിഷമാണ്. ഇപ്പോൾ അടുത്ത ആരെങ്കിലും കല്യാണമെങ്കിൽ അവിടേക്ക് പോകാൻ ശിവതയുടെ തീരുമാനമാണ് എനിക്ക് തോന്നുന്നത്. ഓളപ്പോൾ ഇടവും വലുള്ള 2 ബിലീസുകളാണ് പിന്നെ ഈ ഇരിക്കുന്നത്. ഈ ഹാളിൽ ഫുഡ് ഐറ്റംസ് ഒന്നും കേൾക്കരുതെന്ന് പ്രത്യേകം എഴുതിച്ചിട്ടും അവിടെ തന്നെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ഇതിൽ പിന്നെ നമ്മളെ പിള്ളേർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേക സ്പിരിറ്റാണ്. പിന്നെ ഇതാണ് നമ്മുടെ കല്യാണപ്പെടുന്ന കല്യാണ ചെക്കനൊക്കെ. ഈ കല്യാണത്തിന് വരാൻ പ്രേരിപ്പിച്ച പ്രത്യേക ഒരു ഫാക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കല്യാണം ഒരു ഇന്റർ റിലീജിയൻ കല്യാണം. ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഇന്റർ റിലീജിയൻ കല്യാണം കണ്ടില്ല. ഇതിൽ വലതുവശത്തേക്ക് നമ്മളെ ചെക്കൻ്റെ ഫാമിലി, ഇടതുവശത്തേക്ക് നമ്മളെ പെണ്ണിൻ്റെ ഫാമിലിയാണ്. ഒരു മതേതര സൗഹാർദ്ദം തന്നെ ഇവിടെ നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കല്യാണം കാണുന്നതൊക്കെ പ്രത്യേക ആഗ്രഹം ഉണ്ടായി. അങ്ങനെ എന്തായാലും ആഗ്രഹമാണ് പൂർത്തിയായി കിട്ടി. പിന്നെ ഏറെക്കുറെ കല്യാണം കഴിഞ്ഞുകൊണ്ട് നമ്മളോട് നല്ല സ്കൂട്ടാൻ തീരുമാനിച്ചു. നമ്മൾ പിന്നെ കല്യാണ പണിയോട് യാത്രയും പറഞ്ഞുകൊണ്ട് മെല്ലെ ഇറങ്ങാൻ തുടങ്ങി. ഇവൽ ഇന്നൊന്നും പോകാനുള്ള തീരുമാനം കാണാനില്ല. ഒക്കെ നന്നായി ഫുഡ് അടിച്ചു ചാരസൈലിൽ ഉച്ചമയക്കത്തിലാണ് തോന്നുന്നു. എന്തായാലും നമുക്ക് പെരിയും കൂടിയൊക്കെ ഉള്ളത് നമ്മൾ എല്ലാവരും സ്കൂട്ടായി നേരെ വണ്ടി എടുത്ത് വരെ കിട്ടി. അപ്പോൾ ഓക്കെ.